എൻ്റെ പേര് അൻസു എലിസബത്ത് തങ്കച്ചൻ. ഞാൻ കെമിസ്ട്രിയിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്. CSIR നെറ്റ് ഡിസംബർ 2024 കെമിസ്ട്രി JRF ഹോൾഡറാണ്. ഓൾ ഇന്ത്യ റാങ്ക് 92 ആയിരുന്നു. ഞാൻ PGക്ക് ശേഷം ഒരു വർഷം നെറ്റിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ആയിരുന്നു. പക്ഷേ ആ വർഷം എനിക്കത് ക്ലിയർ ചെയ്യാനായിട്ട് സാധിച്ചില്ല. സോ ഞാൻ BEdന് ജോയിൻ ചെയ്തു. സോ BEdൻ്റെ ഒപ്പമായിരുന്നു പിന്നീട് പ്രിപ്പറേഷൻ. എല്ലാ എക്സാംസും അറ്റൻഡ് ചെയ്യുമായിരുന്നു. പക്ഷേ ആദ്യത്തെ തവണയൊന്നും ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ കൂടുതൽ റിവിഷൻ ആയി വന്നു. അങ്ങനെ CSIR നെറ്റ് ഡിസംബർ 2024 ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റി. ഞാൻ എൻ്റെ MSCയുടെ തേർഡ് സെം തൊട്ട് അല്ലെങ്കിൽ സെക്കൻഡ് സെം തൊട്ട് ഓൾമോസ്റ്റ് എല്ലാ എക്സാംസും തന്നെ എഴുതുമായിരുന്നു ആ സമയത്ത്. ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ നെറ്റ് കിട്ടിയില്ലായിരുന്നു. പിന്നെ ഞാൻ ഇടയ്ക്ക് BEdൻ്റെ സമയത്താണെങ്കിലും ഇടയ്ക്ക് അറ്റംപ്റ്റ് ചെയ്യുമായിരുന്നു, നമുക്കതുമായിട്ടൊന്ന് ഫെമിലറൈസ്ഡ് ആയിട്ടിരിക്കാനായിട്ട്. പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് JRFും കൂടെയാണ് ഞാൻ ഫസ്റ്റ് ക്വാളിഫൈ ചെയ്യുന്നത്. വിത്ത് JRF ആയിരുന്നു. കൂടുതലും ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്തു. ഇത്രയും നാളും കൂടുതലും റിവിഷൻ ആയിരുന്നു ടോപ്പിക്സ്. ഇപ്രാവശ്യം റിവിഷൻ പ്ലസ് മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തു. ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തപ്പോൾ നമുക്ക് കൂടുതൽ നന്നായിട്ട് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റിയതുപോലെ തോന്നി. മാക്സിമം സിലബസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ ഞാൻ കൂടുതലും 2 ടോപ്പിക്സ് ആയിരുന്നു ചൂസ് ചെയ്തുകൊണ്ടിരുന്നത്, ഇനോർഗാനിക് ആൻഡ് ഫിസിക്കൽ. പിന്നെ ഓർഗാനിക്കിൽ ചില പോർഷൻസും കൂടെ പഠിക്കുമായിരുന്നു. ദെൻ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, ടെസ്റ്റ് സീരീസുകൾ അറ്റൻഡ് ചെയ്യുക, പുതിയ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. ആ ഒരു രീതിയിലായിരുന്നു പ്രിപ്പറേഷൻ. നമ്മൾ ആദ്യം തന്നെ ഇപ്പം ചെയ്യുക, അപ്പം തന്നെ ആൻസർ നോക്കുക, അങ്ങനത്തെ ഒരു സ്ട്രാറ്റജി അല്ലായിരുന്നു. നമ്മളൊരു ഒന്നെങ്കിൽ ഒരു സ്ട്രെച്ച് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചെയ്യുന്നത്. ഒരു നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു. ദെൻ നമ്മൾ അതിനകത്ത് എന്താണ് മിസ്റ്റേക്സ് എന്ന് നോക്കുന്നു, വീണ്ടും അത് തന്നെ ഫോളോ ചെയ്യുന്നു. തെറ്റിയ ക്വസ്റ്റ്യൻസ് ഏതാണ് അത് മാർക്ക് ചെയ്യുന്നു, എന്താണ് മിസ്റ്റേക്ക് എന്ന് നോക്കുന്നു. ആ രീതിയിലായിരുന്നു. ഒരു പോർഷൻ പഠിക്കുന്നു, ആ പോർഷനുമായിട്ട് ബന്ധപ്പെട്ട മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നു. അതിനുശേഷം ടോട്ടൽ ഇപ്പം ചാപ്റ്റർ തീർന്നു കഴിഞ്ഞാൽ ടോട്ടൽ ആ ഒരു ചാപ്റ്ററുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട മാക്സിമം PYQs ഉണ്ടല്ലോ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അത് നോക്കുന്നു. അങ്ങനെയായിരുന്നു സ്ട്രാറ്റജി. സോ കെമിസ്ട്രിയുടെ കേസിൽ ഞാൻ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് 2 ടോപ്പിക്കുകൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതായിരുന്നു. ഇനോർഗാനിക് പ്ലസ് ഫിസിക്കൽ, ദെൻ ഓർഗാനിക്കിൽ സെലക്റ്റഡ് ടോപ്പിക്സ് ആയിരുന്നു. ആ ഒരു രീതി തന്നെയായിരുന്നു ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് സിലബസ് ഫുള്ളി കവർ ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. കാരണം ഇത് പല പോർഷൻസും മെമ്മറൈസ് ചെയ്ത് വെക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ പോർഷൻസൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക. കോൺസെപ്റ്റ്സ് മനസ്സിലാക്കി പഠിച്ച് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം. നമ്മളെല്ലാം മെമ്മറൈസ് ചെയ്യുക, അങ്ങനത്തെ പോർഷൻസൊക്കെ ഞാൻ കൂടുതൽ സ്കിപ്പ് ചെയ്തിട്ട് ആ രീതിയിലായിരുന്നു ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. ഇതുകൂടാതെ മാക്സിമം സിലബസ് കവർ ചെയ്യുക, മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, അറ്റംപ്റ്റ് ചെയ്യുക. ആ ഒരു രീതിയിൽ നമ്മൾ ക്വസ്റ്റ്യൻസിനെ നേരിട്ടാൽ മാത്രമാണ് നമുക്ക് കൂടുതൽ നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാനായിട്ട് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ആദ്യമായിട്ട് നമ്മൾ ഫേസ് ചെയ്യുന്നത് സിലബസ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സിലബസ് വളരെ വാസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒറ്റയ്ക്ക് അത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. നമുക്ക് എപ്പോഴും ഒരു എക്സ്പേർട്ടിൻ്റെ ആവശ്യം വരും, അല്ലെങ്കിൽ നമ്മളൊരു കോച്ചിങ് എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. അപ്പോൾ അവിടെ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടായിരിക്കും, ഏതൊക്കെ പോർഷൻ പഠിക്കണം, എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് എങ്ങനെ പഠിക്കണം എന്നുള്ളൊരു കാര്യം നമുക്ക് അവിടെ നിന്ന് കിട്ടും. സോ എപ്പോഴും നമ്മളൊരു കോച്ചിങ് എടുക്കുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. അപ്പം മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും, എങ്ങനെ എക്സാം അറ്റൻഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടും, എങ്ങനെ ക്വസ്റ്റിനെ അപ്രോച്ച് ചെയ്യണം. ചിലപ്പോൾ നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇന്ന രീതിയിലാണ് ആ ക്വസ്റ്റിനെ അപ്രോച്ച് ചെയ്യണമെന്ന് നമുക്ക് അറിയണം എന്നില്ല. പക്ഷെ നമ്മളൊരു എക്സ്പേർട്ട്, ഒരാൾ ഓൾറെഡി അതിനെപ്പറ്റി ധാരണയുള്ള ഒരാൾ പറഞ്ഞു തരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് എങ്ങനെയായിരിക്കാം ആ ക്വസ്റ്റിനെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാവും. അതൊക്കെയാണ് നമ്മൾ അക്കാഡമിക്കായിട്ട് ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ. ഒന്ന് സിലബസിൻ്റെ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ, പിന്നെ ക്വസ്റ്റ്യൻസ് എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ, ടൈം എങ്ങനെ മാനേജ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ. അതൊക്കെ നമുക്കൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതിലും എളുപ്പമായിട്ടൊരു ഗൈഡൻസ് ഉണ്ടെങ്കിൽ ബെറ്റർ ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. CSIR നെറ്റ് എക്സാമിന് പഠിക്കുന്ന സമയത്ത് നമുക്ക് ആ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നത് കൂടെ ഒപ്പം തന്നെ പല എക്സാംസ് എഴുതാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ PSC എക്സാംസ്, സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള PSC എക്സാംസ്,
അതിന് ഹെൽപ്ഫുള്ളാണ്. അങ്ങനെയുള്ള എക്സാംസ് നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഓഫ് കോഴ്സ് ഇത് കഴിയുമ്പോൾ തന്നെ നമുക്ക് PhD JRF കിട്ടുവാണെങ്കിൽ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ PhDക്ക് ജോയിൻ ചെയ്യാം, റിസർച്ച് ചെയ്യാം. അതിനുശേഷം പോസ്റ്റ് ഡോക് റിസർച്ച് എന്നുള്ള ഫീൽഡിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോവാം. ഇനി ആഫ്റ്റർ PhD അല്ലെങ്കിൽ നെറ്റ് ക്ലിയർ ചെയ്യുമ്പോൾ തന്നെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ എക്സാംസിന് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയുള്ള പല ഓപ്പർച്യൂണിറ്റീസ് നെറ്റ് എക്സാമിന് ശേഷം നമുക്കുണ്ട്. അതുപോലെ തന്നെ പല സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള എക്സാംസ് ഉണ്ട്. അതിനൊക്കെ ആ പ്രിപ്പറേഷനൊക്കെ കുറച്ചുകൂടി ഈസിയർ ആക്കും നെറ്റിൻ്റെ പ്രിപ്പറേഷൻ. സോ ഗേറ്റ് എക്സാംസ് നമ്മൾ ക്ലിയർ ചെയ്യുക, ഏറ്റവും ടോപ്പ് റാങ്ക് ഒക്കെ വരികയാണെങ്കിൽ PSU പോലെയുള്ള PSUവിലൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും ഉണ്ട്. പിന്നെ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഈ ഒപ്പം പ്രിപ്പയർ ചെയ്യുന്നതിനോടൊപ്പം നെറ്റിന് പ്രിപ്പയർ ചെയ്യുന്നതോടൊപ്പം മറ്റ് എക്സാംസിനോട് പ്രിപ്പയർ ചെയ്താൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറച്ചുകൂടി ഉണ്ട്. CSIRൻ്റെ പാറ്റേണും കാര്യങ്ങളും മാറുന്നു എന്നുള്ളൂ. സിലബസിൽ വലിയൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് ഒന്നുമില്ല. അതുകൊണ്ട് നമ്മൾ പ്രിപ്പറേഷൻ നിർത്തിവെക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ എന്താണ് പ്രിപ്പയർ ചെയ്യുന്നത് അത് കണ്ടിന്യൂ ചെയ്യുക, കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് കണ്ടിന്യൂ ചെയ്യുക, മാക്സിമം സിലബസ് കംപ്ലീറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. അല്ലാതെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കേണ്ട ആവശ്യമില്ല. മാക്സിമം പ്രിപ്പറേഷൻ ഓൺ ഗോയിങ് ആണെങ്കിൽ അത് സിലബസ് മാക്സിമം കംപ്ലീറ്റ് ചെയ്യുക, നമ്മുടെ പ്രിപ്പറേഷൻ ഏറ്റവും നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതേ ഉള്ളൂ. തീർച്ചയായിട്ടും നമുക്കൊരു ഫെയിലിയർ ഉണ്ടാകുമ്പം ഡീമോട്ടിവേറ്റഡ് ആവാനാണ് സാധ്യത. പക്ഷേ നമ്മൾ നമ്മുടെ മിസ്റ്റേക്ക് എന്താണെന്ന് കറക്റ്റായിട്ട് നോക്കുക, വീണ്ടും അറ്റംപ്റ്റ് ചെയ്യുക. ചിലപ്പോൾ ആ പ്രാവശ്യം നമുക്ക് കിട്ടിയില്ല, പക്ഷെ നമ്മൾ ഓരോ അറ്റംപ്റ്റ് ചെയ്യുമ്പോഴും നമുക്ക് പല ക്വസ്റ്റ്യൻസ് കാണാനും അത് പരിചയപ്പെടാനും അത് ഫേസ് ചെയ്യാനുള്ളൊരവസരം കിട്ടുന്നത്. സോ നമ്മൾ കൂടുതലും അതുമായിട്ട് ഫെമിലർ ആവും, ഒന്നാമത്തെ കാര്യം. സോ ആ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോവാം. അതുപോലെ തന്നെ നമ്മൾ കുറച്ചുകൂടെ റിഫൈൻഡ് ആവും, നമ്മുടെ മിസ്റ്റേക്സ് കൂടുതൽ അറിയാനും മുന്നോട്ട് പോകാനും പറ്റും. സോ ഓഫ് കോഴ്സ് നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് പോയാൽ അവിടെ നിന്ന് പോകാനേ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ വീണ്ടും അറ്റംപ്റ്റ് ചെയ്യുക, അത് ക്രാക്ക് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടെ മുന്നോട്ട് പോയാൽ ഉറപ്പായിട്ടും അത് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. ഞാനും CSIR നെറ്റ് പല പ്രാവശ്യം എഴുതിയതിന് ശേഷം ക്ലിയർ ചെയ്തൊരു വ്യക്തിയാണ്. സോ ഓരോ അറ്റംപ്റ്റ് കഴിയുമ്പോഴും നമ്മൾ ചിലപ്പം ഡീമോട്ടിവേറ്റഡ് ആവാം, നമുക്ക് ചിലപ്പം മടുപ്പ് തോന്നാം. പക്ഷേ ഓരോ അറ്റംപ്റ്റ് കഴിയുമ്പോഴും നമ്മുടെ മിസ്റ്റേക്ക് എന്താണ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും CSIR നെറ്റ് ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. സിലബസ് കംപ്ലീറ്റ് ചെയ്യുക, അതായത് നമുക്ക് ഏതാണോ എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് നമുക്കറിയാം. സോ ടോപ്പിക്സ് സെലക്ട് ചെയ്ത് സിലബസ് മാക്സിമം കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, റിവൈസ് ചെയ്യുക പ്രോപ്പറായിട്ട്. പിന്നെ ഒരു സപ്പോർട്ട് എടുക്കുക, എപ്പോഴും നല്ലൊരു കോച്ചിങ് എടുക്കാൻ ശ്രമിക്കുക. നമ്മൾ ഒറ്റയ്ക്ക് പ്രിപ്പയർ ചെയ്താൽ പലപ്പോഴും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഇനി നമ്മുടെ പിയർ കമ്മ്യൂണിറ്റിയോ ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷനും ഉണ്ടായിരിക്കുക. ഈ 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ടീച്ചിങ് ആയിരുന്നു എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ CSIR നെറ്റ് ക്വാളിഫൈ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയായിരുന്നു. പിന്നെ PGയുടെ സമയത്താണ് JRF റിസർച്ച് കാര്യങ്ങളെക്കുറിച്ച് അറിയുന്നത്. സോ ഈ 2 മേഖലയാണല്ലോ, റിസർച്ചിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനാണെങ്കിലും അല്ല ടീച്ചിങ് എന്നൊരു പ്രൊഫഷൻ അക്കാദമിക്സിലേക്ക് വരാനാണെങ്കിലും CSIR നെറ്റ് JRF ക്വാളിഫൈ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സോ CSIR നെറ്റ് JRF ക്വാളിഫൈ ചെയ്താൽ നമുക്ക് ആദ്യം ഉള്ളൊരു ഓപ്പർച്യൂണിറ്റി, നിങ്ങൾ റിസർച്ച് പാഷനേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് റിസർച്ചിലേക്ക് മുന്നേറാം. അത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലാണെങ്കിലും IITസിലാണെങ്കിലും വിത്ത് ഫെലോഷിപ്പ് നിങ്ങൾക്ക് റിസർച്ചിലേക്ക് പോകാൻ പറ്റും. തുടർന്ന് നിങ്ങൾക്ക് റിസർച്ച് പാഷനേറ്റ് ആണെങ്കിൽ ആ ഒരു മേഖലയിലേക്ക് തന്നെ പോവാം, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ആണെങ്കിൽ ആ രീതിയിലും പോവാം. ഇൻ കേസ് നിങ്ങൾ ടീച്ചിങ് പാഷനേറ്റ് ആണെങ്കിൽ റിസർച്ച് PhD പോസ്റ്റ് ഡോക്കിന് ശേഷം അക്കാദമിക് പൊസിഷനിലേക്കും നോക്കാവുന്നതാണ്.